Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Good morning, all. Good morning, ma'am. Okay. ഇന്ന് ആരാണ് prayer? Prayer ആരാണ്? ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നില്ലേ മക്കളെ? Prayer ആരാണെന്ന്? കേക്കാം മാം കേക്കാം. Welcome, ma'am. ആരാണ് prayer ആണ്? ഞാൻ പാടാം, ma'am. Okay എടാ. Thank you, God, for the verse of faith. Thank you, God, for the food we eat. Thank you, God, for the birds that sing. Thank you, God, for everything. Thank you, ma'am. Thank you. Sign in ആരാ പറയണേ? മാം അത് മാം എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. Okay. Sign in എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോഡ്സ് പറയാ എന്നിട്ട് നിങ്ങളുടെ പേര് പറയാ. Sign in by ഞാനാണ് പറയണെങ്കിൽ by അപർണ എന്ന് പറയും. അപ്പൊ സൈൻ ഔട്ട് ആണെങ്കിലും അതേപോലെ നമ്മുടെ കോഡ്സ് പറയാം. സൈൻ ഔട്ട് ബൈ എന്റെ പേര് പറയൂ കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ മാം. നമുക്ക് കോഡ്സ് ഓഫ് ദ ഡേ പറയാറില്ലേ? ഓ. അതേപോലെ തന്നെ സൈൻ ഇന്നും വേണം ഔട്ടും വേണം. അപ്പൊ നമ്മൾക്ക് നല്ല അത്യാവശ്യം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോഡ് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും സൈൻ ഇൻ ചെയ്യും, അതേപോലെ സൈൻ ഔട്ടും ചെയ്യും. കോഡ്സ് ഓഫ് ദ ഡേ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? മാം ഞാനാണ് കോട്ട്. കോഡ് പറഞ്ഞു തന്നാ. Education is the most weapon which you can use to change the world. നെൽസൺ മണ്ടേല. മോസ്റ്റ് പവർഫുൾ വെപ്പൺ. ഞാൻ എഴുതിയത് അതിലില്ലാട്ടോ മാം. അതില്ല. ഓക്കെ ഇല്ല. ഓക്കെ. ഞാൻ എവിടം വരെ എടുത്ത് ലാസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഓർമ്മയുണ്ടോ? എയിംസ് എടുത്തുകൊണ്ടിരുന്ന മാം. എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എത്രാമത്തെ പോയിന്റ് വരെ? 3ാമത്തെ പോയിന്റ് ഫിനിഷ് ചെയ്തു. ഇന്നത്തെ 4ാമത്തത് തുടങ്ങണം. മിസ് 3ാമത്തെ ലാസ്റ്റ് സെന്റൻസിൽ എന്തോ ഡൗട്ട് പറഞ്ഞിട്ടില്ല. ഫയൽസ് ഓഫ് ലൈസോൺ ഫ്ലൈസ് ആണ് മിസ് പറഞ്ഞു. ഫ്ലൈസ് ആണ് കേട്ടോ. ഫയൽസ് അല്ല കേട്ടോ, ഫ്ലൈസ് ആണ്. ഫ്ലൈസ് ഈ എന്താണ് ഈച്ച ഫ്ലൈസ് ആണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ തമന്ന പറഞ്ഞിരുന്നു. ഓക്കെ ലാസ്റ്റ് കേൾക്കാത്തവരായിരിക്കും. നോക്കാം. എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഉണ്ട് കേട്ടാ ചിനോ. ഓക്കെ മാം. അപ്പൊ ഓക്കേടാ. ഞാനത് ആ കോട്ട് ഞാൻ നന്നായിട്ട് പഠിച്ച് ഓർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതോ അങ്ങനെ തോന്നിയത്. ഓക്കെ മോസ്റ്റ് പവർഫുൾ വെപ്പൺ. ഞാൻ നോക്കിയതിൽ ഉണ്ടായില്ല, അതാണ്. വെപ്പൺ മാത്രമേ ഉണ്ടായുള്ളൂ. ഓക്കെ നമ്മളൊന്ന് റെഫർ ചെയ്ത് നോക്കിക്കോട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ പ്രിക്കോഷണൽ ആൻഡ് പ്രിവെന്റീവ് മെഷർ പറഞ്ഞു. നെക്സ്റ്റ് ആണ് ടു ടേക്ക് ക്യൂരിറ്റീവ് മെഷേഴ്സ്. രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മള് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് മെഷേഴ്സ് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന്. കളക്റ്റീവ് ആക്ഷൻ അഗെയിൻസ്റ്റ് ദ ഡിസീസ് ഓൾസോ ടേക്കൺ. നമ്മൾ അസുഖങ്ങൾക്കെതിരെ കളക്റ്റീവ് ആയിട്ട് ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യണം? നമ്മള്
എന്തെടുക്കണം? ആക്ഷൻസ് എടുക്കണം. നോക്കാം. A medical checkup made and deformities, injury, disease are detected and remedial measures are suggested. ഇടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കൊടുക്കണം നല്ലതായിരിക്കും. കുട്ടികൾക്ക് സ്കൂളുകളിൽ മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യാറുണ്ട്, ക്യാമ്പുകളൊക്കെ വരാറുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഇഞ്ചുറീസോ ഡിഫോർമാലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ ആവശ്യമുള്ള റെമഡിയൽ ആയിട്ടുള്ള മെഷേഴ്സ്, അത് പരിഹരിക്കാനുള്ള മെഷേഴ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. A good number of pupils, pupils എന്ന് ഉദ്ദേശിക്കുന്നത് ചിൽഡ്രൻസ് ആണ്, സഫർ ഫ്രം മയോപ്പിയ. മയോപ്പിയ എന്ന് പറയുന്ന അസുഖത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? സഫർ ചെയ്യുന്നുണ്ട്. എന്താണ് മയോപ്പിയ എന്നറിയോ? അടുത്തുള്ള വസ്തുക്കൾ കാണുന്നതില് തകരാറ് വരുന്നതും തകരാറ് ഇല്ലാതിരിക്കുകയും, ദൂരെയുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ, അകലെയുള്ള വസ്തുക്കൾ നമുക്ക് എന്ത് ചെയ്യില്ല, കാണാനായിട്ട് പറ്റില്ല. ചില കുട്ടികളൊക്കെ നമ്മൾ ബോർഡിലൊക്കെ എഴുതി കൊടുക്കൂലേ, അപ്പൊ നോട്ടിലേക്ക് അവർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളുടെ എല്ലാവരും നോട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ചെക്ക് ചെയ്യണം. കാരണം അവർക്ക് ബോർഡിലത്തെ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യങ്ങള് എടുത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാരിഫൈ ചെയ്യണം. കാരണം ചില കുട്ടികൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസില് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അവൻ നമ്മൾ പറഞ്ഞൊക്കെ കേൾപ്പിക്കും, ആൻസർ ഒക്കെ പറഞ്ഞ് കേൾപ്പിക്കും. പക്ഷെ അവന് ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത് കാണിച്ചു കൊടുക്കണം. എഴുതണ നോട്ടിലേക്ക് എഴുതുക, എന്നിട്ട് അതിരുന്ന് 3 പ്രാവശ്യം എഴുതി പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് അവനത് എഴുതണത് അത്ര എന്താ പറയാ ക്ലിയർ ആയിട്ടായിരിക്കും. അവൻ ആ സ്പെല്ലിങ്ങുകളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എന്ന് ഞാൻ സ്പെല്ലിങ് പറഞ്ഞു കൊടുത്തെങ്കിൽ അവൻ ആ സ്പെല്ലിങ് പഠിച്ച് നമുക്ക് പറഞ്ഞു കേൾപ്പിക്കും. അവനപ്പം എന്തായിരുന്നു, കണ്ണിന്റെ പ്രശ്നമാണ്. അപ്പൊ എനിക്ക് മനസ്സിലാക്കി ഞാൻ ഒരു പാരന്റ്സിനോട് പറഞ്ഞു. മുമ്പ് ട്യൂഷൻ എടുക്കുന്ന സമയത്താണ്. അപ്പൊ പാരന്റ്സിനോട് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു വലിയ കെയർ ആയിട്ട് എടുത്തില്ല. കാരണം അവനെ എഴുതണയിൽ പ്രശ്നമാണ്. അല്ല മിസ്, അവൻ പഠിക്കുന്നുണ്ടല്ലോ, മിസ് പറഞ്ഞു കൊടുക്കണൊക്കെ പറയുന്നുണ്ടല്ലോ, ബൈഹാർട്ട് പഠിച്ച് അങ്ങനെ പറയുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കുറച്ച്. പക്ഷെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അപ്പൊ അവരത് ഒന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ, സാറിന് ഇട്ടു. അത് കഴിഞ്ഞ് സ്കൂളില് ചെക്കപ്പ് ഉണ്ടായിരുന്നു, മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ പ്രശ്നമുണ്ട് ആൾക്ക്, അകലുള്ളത് കാണാൻ പറ്റിയ ബോർഡിലൊക്കെ എഴുതി കൊടുക്കേണ്ട ആൾക്ക് കാണാൻ പറ്റില്ല, ചെറിയ അക്ഷരങ്ങളൊന്നും ആൾക്ക് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തു? ഡോക്ടറിനെ കാണിച്ചു. എന്ത് ചെയ്തു? സ്പെക്സ് വെച്ചു. സ്പെക്സ് വെച്ച് കഴിഞ്ഞപ്പോ അവന് മുമ്പ് ബുക്കില്ലേ, ഒരു ബുക്കാണെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ച് ഭയങ്കര അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നായിരുന്നു വായിച്ചിരുന്നത്. അപ്പൊ ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. അതൊക്കെ കണ്ണിന് പ്രശ്നമുള്ളവർ അങ്ങനെ ചെയ്യാറ്, ബുക്കിനടുത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടായിരിക്കും വായിക്കുന്നത്. അപ്പൊ അവനിപ്പോ നോർമലായിട്ട് വായിക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ മയോപ്പിയ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. ആൻഡ് ഐ എക്സാമിനേഷൻ ഡിസ്കവർ ദ എക്സ്റ്റെന്റ് ഓഫ് ഷോർട്ട് സൈറ്റ്നെസ് എന്ന് വെച്ചാൽ നമുക്ക് കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഷോർട്ട് സൈറ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു ഐ എക്സാമിനേഷൻ കുട്ടികൾ നമ്മൾ സ്കൂളുകളിലൊക്കെ അങ്ങനെ കണ്ടക്ട് ചെയ്യാറുണ്ട്. കുട്ടികളുടെ കാഴ്ച അതേപോലെ ചെറിയ ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്. ഇഫ് ദ ഗ്ലാസ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ടൈംസ് മയോപ്പിയ വിൽ ഇൻക്രീസ് റാപ്പിഡ്ലി. ഇപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യും. ഗ്ലാസ് യൂസ് ചെയ്യണമെങ്കിൽ അസുഖം നമുക്ക് ഒരു പരിധി വരെയും എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ട് വേണമെങ്കിൽ ഒഴിവാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ ചില ഒഴിവാക്കാൻ പറ്റിയില്ല, അല്ല ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. സം പീപ്പിൾസ് ഹാവ് പ്യുവർ ക്വാളിറ്റി ഇൻ ടീത്ത്. ചില കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും അവരുടെ ടീത്തിൽ എന്തുണ്ടാവും? ക്വാളിറ്റീസ്. നമ്മൾ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, കുഞ്ഞു പിള്ളേരൊക്കെ ആവുമ്പോ എന്താണ് ഫുൾ പല്ലും എങ്ങനെ ഇരിക്കും? കേടായിരിക്കും. മിഠായും ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് ഭയങ്കര കേടായിരിക്കും. ഈ മെയിൻ ആയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ശീലം ഏതാണ്? നല്ല രീതിയിൽ ബ്രഷ് ചെയ്യണം. അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യണം. ഉറങ്ങുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യണം എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവശിഷ്ടങ്ങൾ, അതായത് ഈ ഒരു കുറച്ച് എന്താ പറയാ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ പല്ലിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ രാത്രി നമ്മൾ എല്ലാവരും ഉറങ്ങുമ്പോ ഈ നമ്മുടെ വായിലുള്ള ബാക്ടീരിയാസ് ഒക്കെ എന്ത് ചെയ്യും? എഴുന്നേക്കും. അല്ലെങ്കിൽ എന്നിട്ട് ഇങ്ങനെ നമ്മുടെ വായിൽ ഇരുന്നിട്ടുള്ള ഈ ഫുഡ്, അവരുടെ ഭക്ഷണം എന്ന് വെച്ചാൽ ഈ ഫുഡ് പാർട്ടിക്കിൾസ് ആണ്, അത് കഴിക്കാനായിട്ട് തുടങ്ങും. അതുവഴി നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസ് ഒക്കെ വായിലില്ല കേട്ടോ. നമ്മൾ നമ്മുടെ ബോഡിയിലെ ഏറ്റവും മൈക്രോ ഓർഗാനിസംസും ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഓർഗൻ, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് കൂടുതലുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മൗത്താണ്. നിങ്ങൾക്കറിയാലോ, ഏറ്റവും കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അണുക്കളുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മൗത്താണ്. കാരണം നമ്മുടെ ബോഡിയിൽ ഏറ്റവും
അത്രയും ഇതുള്ള അത് അവിടെയാണ്. കാരണം നല്ല രീതിയിൽ ക്ലീൻ ചെയ്താൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, പോകുള്ളൂ. നല്ല രീതിയിൽ ക്ലീൻ ചെയ്യിപ്പിക്കുക. അതേപോലെ രാത്രി കാലങ്ങളിൽ മിഠായി ഉണ്ടല്ലോ, ഈ മധുരമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ കിടക്കണമെങ്കിൽ നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ഇതേപോലെ പല്ല് കേടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികൾക്ക് മിഠായി ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വായയിൽ ചൂടൊഴിച്ച് കളയുക. എന്നാലും ടീത്ത് നല്ല രീതിയിലാവുള്ളൂ. പിന്നെ മിൽക്കി ടീത്ത് ഒക്കെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ കംപ്ലൈന്റ് വന്ന് നമ്മൾ കാണാറ്. If they are suffer from pryorria, immediate medical treatment is needed. Pryorria എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കുട്ടികളിൽ മോണപ്പഴുപ്പൊക്കെ കാണാറുണ്ട്. സാധാരണ പല്ല് കേടായിരിക്കും, അപ്പൊ അത് കുഴപ്പമില്ല, സാധാരണ രീതിയിൽ നമ്മൾ എന്നിട്ട് വീടും. അത് കഴിഞ്ഞത് മോണയിലേക്ക് വരും, പിന്നെ അവിടെ മോണപ്പഴുപ്പാണ്, പിന്നെ ഇവിടെ ഇത്രയും നീരൊക്കെ വന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ആക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അത് നേരത്തെ കണ്ടുപിടിക്കാനും അതിന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും നല്ലതായിരിക്കും. അപ്പൊ സാധാരണ പല്ലുകൾക്ക് കേട് വന്നാൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചില പല്ലുകൾ അണപ്പല്ലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഈ വെയിനൊക്കെ നിൽക്കുന്ന പല്ലുകളാണെങ്കിൽ അവിടെ വല്ല കംപ്ലൈന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വെയിനെ ബാധിക്കും. ചിലർ ഭയങ്കര പല്ലുവേദനയാണ്, ഭയങ്കര നീരാണ് എന്നൊക്കെ പറയൂലേ, അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. To develop and promote mental and emotional health. കുട്ടികളുടെ ഇടയിൽ നല്ല രീതിയിലുള്ള മെന്റലും ഇമോഷണൽ ഹെൽത്തും ഡെവലപ്പ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കാണിക്കണം. മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഈസ് വെരി ഇവൻച്വലി നെസസറി ഇൻ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം. നമ്മുടെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഘടകങ്ങളാണ് മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും. ഒരു വ്യക്തിയുടെയും മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത്. While physical health have made a pupil physically fit, mental and emotional health allows him to maintain an even temper and happy dispositions. അപ്പൊ സാധാരണയായിട്ട് കുട്ടികളെ ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള ഒരു ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ടെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപങ്ങള്, അതേപോലെ സന്തോഷകരമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫിസിക്കൽ ഹെൽത്ത് വളരെ കുട്ടികൾ ഫിസിക്കൽ ആയിട്ട് ഇരിക്കണം. മെന്റൽ ഹെൽത്ത് കുട്ടികളിൽ എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, കോപങ്ങളൊക്കെ കുറയ്ക്കാനും അതേപോലെ ഹാപ്പി ആയിട്ടിരിക്കാനും അവരെ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. To develop sense of civic responsibility among pupils. കുട്ടികളുടെ ഇടയിൽ സിവിക് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ പൗരത്വ ബോധം അല്ലെങ്കിൽ പൗരത്വ ഉത്തരവാദിത്വം എന്ത് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പൗരത്വ ഉത്തരവാദിത്വം, സിവിക് റെസ്പോൺസിബിലിറ്റി കേട്ടോ. It has become today necessary to develop people a sense of civic responsibility in our സ്റ്റുഡൻസ്. കുട്ടികളിൽ സിവിക് റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുള്ളത് ഭയങ്കര നെസസറി ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. They generally fall in their duty to help other fellow student in a particular and the person in general. അപ്പൊ സാധാരണയായിട്ട് നമ്മളൊക്കെ നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ്, മുതിർന്നവരെ അല്ലെങ്കിൽ പ്രായമായവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. They do not civic എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗരത്വം എന്നുള്ളതിന് പൗരത്വ ഉത്തരവാദിത്വം. They do not comes to assist of others in time of needed the help their suffering എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീഡ് ആൻഡ് ഹെൽപ്പ് ദർ സഫറിങ്. ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു സാധാരണയായിട്ട് വയസ്സായ ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവർ കഷ്ടപ്പെടുന്ന ആ സമയത്ത് നമ്മൾ അവർ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഒരു സാധാരണയായിട്ട് നമ്മുടെ ഞാൻ പറയാം, നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ട്രേഡിങ്ങിന് എന്ന് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ആൾക്കാരും നമുക്ക് ഒരുപാട് എന്ത് കൊടുത്തിട്ടുണ്ട്, എഫേർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യത്തോടു കൂടി ഇന്ന് ഇവിടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ പൂർവികര് ചെയ്ത പുണ്യം കൊണ്ടാണ്. അല്ലെങ്കിൽ പൂർവികര് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മളുടെ പാരന്റ്സിന് അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ള ആൾക്കാരോട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ പാരന്റ്സ് നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തോരം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതേ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മളൊരു റെസ്പെക്ട് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ, അവർക്ക് നീഡ് ഉണ്ടെങ്കിൽ ആ ഒരു ഹെൽപ്പ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മളത് മാക്സിമം അവർക്ക് അത് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ ഇത്രയും നന്നായിട്ട് പഠിച്ചു, ക്വാളിഫിക്കേഷൻ കിട്ടി, ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല.
നമ്മൾ മറ്റുള്ളവരുടെ പ്രയാസം എന്താണെന്ന് കണ്ട് അത് മനസ്സിലാക്കി പെരുമാറാൻ പറ്റുമ്പോഴാണ് നമ്മൾ ഒരു വ്യക്തിയായിട്ട് എന്ത് ചെയ്യണത്, നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നത്. So, one of the objective of health education is to develop sense of civic responsibility. Health education ഒരു ഒബ്ജക്റ്റീവ് ആണ് civic responsibility, പൗരത്വ ഉത്തരവാദിത്തങ്ങൾ ഡെവലപ്പ് ചെയ്യാം. Through health education, pupils are to be made aware of social crimes. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ ക്രൈംസ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നുണ്ട്. ലൈക്ക് സ്പിറ്റിംഗ് എനിവേർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെയൊക്കെ നമ്മളുടെ ഏജിലുള്ളവരല്ല, അതിക്ക് മുതിർന്നവരൊക്കെ എങ്ങനെയാണ് സ്ഥലങ്ങളൊന്നും നോക്കില്ല, പരിസരം അങ്ങനെ സ്പിറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്, ക്രൈമാണ്, സോഷ്യൽ ക്രൈംസ് ആണ്. അതേപോലെ സീസ് ചെയ്യുക, കഫ് ചെയ്യുക, മറ്റുള്ളവരുടെ ഫേസിൽ. നമ്മളൊക്കെ കൊറോണയുടെ ഒക്കെ സമയത്ത് നമ്മൾ ഫോളോ ചെയ്ത കുറച്ച് ശീലങ്ങളുണ്ട്. എവിടെയാണ് ഈ സ്പിറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് വാഷ് ബേസിനിലായിരിക്കണം. സീസ് ചെയ്യുമ്പോഴും കഫ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, നമ്മള് കർച്ചീഫോ അല്ലെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കി പിടിച്ച് ചുമക്കണം. എന്താ കൈ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. അല്ലെങ്കിൽ തുമ്മാനൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ തുമ്മാ, അല്ലെങ്കിൽ കർച്ചീഫ് യൂസ് ചെയ്ത് തുമ്മാ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് തുമ്മാ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡ്രസ്സിന്റെ അകത്തേക്ക് തുമ്മാ. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു പൊതു സ്ഥലത്ത് നമ്മൾ അങ്ങനെ തുമ്മുമ്പോൾ മറ്റുള്ളവർക്ക് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം കുറ്റകരമാണെന്ന് നമ്മൾ കൊറോണ വന്നതിന് ശേഷം പഠിച്ചില്ലേ എല്ലാവരും, ഇല്ലേ? ഞാൻ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കാം. പഠിച്ചു. അപ്പൊ അതേപോലത്തെ സോഷ്യൽ ക്രൈംസിനെ കുറിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഹെൽത്ത് എഡ്യൂക്കേഷനിൽ കിട്ടും. അപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പൊ എന്തൊക്കെയാണ് സോഷ്യൽ ക്രൈംസ് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇങ്ങനെ സ്പിറ്റ് ചെയ്യുന്നത്, പൊതു സ്ഥലത്ത് സ്പിറ്റ് ചെയ്യുന്നത്, സീസ് ചെയ്യണത്, കഫ് ചെയ്യണതൊക്കെ സോഷ്യൽ ക്രൈംസ് ആണ്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കുട്ടികളായാലും ചെറുപ്പത്തിലേ ശീലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിർന്ന കഴിഞ്ഞാൽ അവർക്ക് ഫോളോ ചെയ്തോളും. എങ്ങനെയാണ് നമ്മുടെ ശീലം പറഞ്ഞത്? ചുട്ടയിലെ ശീലം ചുടല വരെ. എന്ന് വെച്ചാൽ കുട്ടികൾ ചെറുപ്പത്തിലേ ശീലിക്കുന്ന ശീലങ്ങളാണ് ജീവിതകാലം മുഴുവനും അവർ എന്ത് ചെയ്യണത്, ഫോളോ ചെയ്യുന്നത്. ഇനി ഒന്ന് വായിച്ചൊക്കെ എല്ലാവരും. ഓക്കെ കേട്ടാ. ഫോർത്ത് പോയിന്റ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യൂരിറ്റീവ് മെഷേഴ്സ് എടുക്കണം. രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രിക്കോഷണറി മെഷേഴ്സ്. അസുഖങ്ങൾ വന്നാൽ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ ടേക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി മെഡിക്കൽ ചെക്കപ്പ്, അതേപോലെ എന്തെങ്കിലും ഇഞ്ചുറീസോ ഡിസീസോ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുക, അതിന്റെ റെമഡിയൽ മെഷേഴ്സ് എടുക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. പിന്നെ കുട്ടികള് എന്തെങ്കിലും അസുഖങ്ങളിൽ നിന്ന് സഫർ ചെയ്യുന്നുണ്ടോ എന്ന് ടീച്ചേഴ്സ് ആയി നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. അതേപോലെ എന്തൊക്കെ അസുഖങ്ങൾ പറഞ്ഞ ഒരു മയോപ്പിയ എന്ന് വെച്ചാല് കുട്ടികൾക്ക് കാഴ്ചയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അകലെയുള്ളത് കാണാനുള്ള വല്ല തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യണം. മോനെ അത് മോണപ്പഴുപ്പ് എന്നാണ് പറയണത്. മോണപ്പഴുപ്പ്, പയോറിയ എന്ന് പറയുന്നത് മോണപ്പഴുപ്പാണ് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആര് നേരത്തെ കണ്ടെത്തണം? നമ്മൾ കണ്ടെത്തിയും അതിനാവശ്യമുള്ള റെമഡിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സ്റ്റെപ്സുകൾ എടുക്കേണ്ടതായിട്ട് വരും. നോക്കി എല്ലാവരും. ഓക്കെ. ഇൻസൈഡ് സ്കൂൾ, നമ്മൾ സ്കൂളിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ, എന്തൊക്കെ മാനേഴ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇനിയും നമ്മൾ പറയാൻ പോണേട്ടാ. സ്കൂൾ ഹാസ് അറേഞ്ച് ആക്ടിവിറ്റീസ് ഇൻ ഫോളോയിങ് ഏരിയാസ് ആൻഡ് മാനേഴ്സ് ഗിവൺ ബിലോ. താഴെ പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്യണം. The school should be given situated in the place with a healthy atmosphere. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്?
സ്കൂള് കൊണ്ടുവന്ന് സിറ്റുവേറ്റ് ചെയ്യാനായിട്ട്. ഞാൻ കാര്യം പറയട്ടെ, നല്ല മരങ്ങളൊക്കെ ഉള്ള, നല്ല തണലൊക്കെ ഉള്ള ഒരു കാണാൻ നമ്മുടെയൊക്കെ പറ്റുന്നില്ല. പഠിച്ച സ്കൂളുകൾ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? കാണാം കാണാം കാണാം. കാണാം. കാണാൻ പറ്റും. കാണാൻ പറ്റുന്നില്ല. ഓക്കെ, താങ്ക് യു. കാണാം. റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും മോനെ, ഒന്ന് നോക്ക് കേട്ടോ. അപ്പോ നമ്മൾ നല്ലൊരു പ്ലേസിലാണ്, നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ സ്കൂളിൽ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോകാൻ ഭയങ്കര താല്പര്യമായിരിക്കും. എന്റെയൊക്കെ ഹൈസ്കൂളൊക്കെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നടുമുറ്റവും ഒരുപാട് മരങ്ങൾ, നടുമുറ്റമുള്ള സ്കൂളാണ്. അപ്പൊ പുറത്തുനിന്ന് വീശുന്ന കാറ്റ് അവിടെ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ബാക്കിലൊക്കെ ഒരുപാട് മരങ്ങളൊക്കെയാണ്. അപ്പൊ അത് നല്ല രസമാണ് അവിടെ വെച്ചാല് പകൽ സമയത്ത് തന്നെ നിൽക്കുമ്പോ തന്നെ നല്ല കാറ്റാണ്. ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് കാറ്റൊക്കെ അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അറ്റ്മോസ്ഫിയർ ആണ് ആ സ്കൂളിന്റെ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ കോളേജിലൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞപ്പോ അവിടെയൊക്കെ വെച്ചാല് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറേ അല്ല. ഒരുപാട് ബിൽഡിങ്സ്, ഒരുപാട് ക്ലാസ് റൂംസ് അങ്ങനെയാ. പക്ഷെ എന്റെ ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹൈസ്കൂൾ കാലം എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ് നമ്മൾ ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പൊ ഹെൽത്തി അറ്റ്മോസ്ഫിയർ സ്കൂള് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യണം. Regular health inspection and maintenance of regular health inspections, maintenance of health records of students. നമ്മൾ റെഗുലർ ആയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തണം. നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് വാക്സിൻ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആര് വരാറുണ്ട്? മെഡിക്കൽ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ സ്റ്റാഫ് ഒക്കെ വന്നിരുന്നത് ഓർമ്മയുണ്ടോ? വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്റെ സ്കൂളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മിക്ക സ്കൂളുകളിലും വരാറുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളില് ബുധനാഴ്ചകളിൽ നേഴ്സ് വരും. കാരണം കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയില്ല. ബുധനാഴ്ച എന്ന് പറയുന്ന ദിവസം, അത് എല്ലാ സ്കൂളിലും അങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ഹെൽത്ത് സെന്ററിൽ നിന്ന് ഒരു നേഴ്സ് ഞങ്ങളുടെ സ്കൂൾ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഈ നേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി പറയാം. അത് നേഴ്സിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനൊക്കെ ഉള്ള ഒരു അവസരം വരുന്ന ഒരു കൗൺസിലിംഗ് ഒക്കെ പോലെ നമുക്ക് തരുമായിരുന്നു നേഴ്സ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മുടെ ഹെൽത്ത് റെക്കോർഡുകൾ, സ്റ്റുഡൻസിന്റെ ഹെൽത്ത് റെക്കോർഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദ ഹെൽപ്പ് ഓഫ് ലോക്കൽ അതോറിറ്റി, ഞാൻ പറഞ്ഞില്ലേ പബ്ലിക് ഹെൽത്ത് സെന്റർ പോലെയായിരുന്നു. ദ ഹെൽപ്പ് ഓഫ് ലോക്കൽ അതോറിറ്റി may also utilize to form health programs in schools. അപ്പൊ ഹെൽത്ത് പ്രോഗ്രാംസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ, പ്രോഗ്രാംസ് ഒക്കെ നടപ്പിലാക്കാനായിട്ട് ലോക്കൽ അതോറിറ്റിയുടെ സഹായങ്ങൾ ഉണ്ടായിരുന്നു. പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ എസെൻഷ്യൽസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് എയ്ഡ്, കാരണം സ്കൂളാണ്, ഒരു റിസ്ക് ആണ്. കുട്ടികളൊക്കെ ആയിട്ട് എപ്പോഴും ഓടി ചാടിയൊക്കെ കളിക്കുകയാണ്. അപ്പൊ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ആക്സിഡൻസ് ഒക്കെ പറ്റാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഫസ്റ്റ് എയ്ഡ് കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. അതേപോലെ ഫസ്റ്റ് എയ്ഡ് എസെൻഷ്യൽ ആണ്. അപ്പൊ സ്കൂളുകൾ, എല്ലാ സ്കൂളുകളും എന്ത് മെയിൻറ്റെയിൻ ചെയ്യാം? ഫസ്റ്റ് എയ്ഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നല്ലതായിരിക്കും. ഇഫ് it should be taken care of the students are getting clean and healthy food and drinks which are more natural. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ? കുട്ടികൾക്ക് കിട്ടുന്ന ഫുഡ്, അതേപോലെ അവർ കുടിക്കുന്ന വെള്ളം അത്രയും ക്ലീൻ ആണ്, ഹെൽത്തി ആണ് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതും സ്കൂളിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം എന്താണ്? ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാം, റെഗുലർ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് നടത്താം, ഹെൽത്ത് പ്രോഗ്രാംസുകൾ സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാം, ഫസ്റ്റ് എയ്ഡ് മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന വെള്ളവും ഫുഡും എന്തായിരിക്കണം? ഹെൽത്തിയും ക്ലീൻ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകൾ എന്ത് ചെയ്യണത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കി. കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടി സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം എല്ലാവരും. ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങൾ സ്കൂളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഈ ഹെൽത്ത്, ഇപ്പൊ ഇവര് പറഞ്ഞെങ്കിൽ കുറച്ച് ലിമിറ്റഡ് ആണെന്ന് നമുക്കറിയാം. ഇതിൽ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ സ്കൂളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ അഭിപ്രായം പറയാനാണ് പറഞ്ഞത്.
കുട്ടികളൊക്കെ വളർന്നു വരുന്ന ചുറ്റുപാടുകളെ കുറിച്ച് മനസ്സിലാക്കി അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ. അതൊക്കെ ഔട്ട്സൈഡ് ദ സ്കൂളാണ്. സ്കൂളിന്റെ അകത്ത് നമുക്ക് ക്ലീൻ ദ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കാം. റിലേറ്റഡ് ടു ഹെൽത്ത് പ്രോഗ്രാംസ് നടത്തുക. അതെ, ഹെൽത്ത് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഐ ക്യാമ്പുകൾ നടത്തുക, അങ്ങനെയൊക്കെ തുടങ്ങാം. എൻവയോൺമെന്റ് ക്ലീൻ കുട്ടികളെ അവബോധ ക്ലാസ് അവബോധ ക്ലാസ്സുകൾ നടത്തുക, അവയർനെസ് ക്ലാസ്. വാഷിംഗ് ലഞ്ച് ബോക്സ് നമ്മള് കുട്ടികളോട് ശീലിപ്പിക്കുക. ലഞ്ച് ബോക്സ് ക്ലീൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കാരണം ആ ലഞ്ച് ബോക്സ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതിൽ ഈ ചോറും ഈ വേസ്റ്റ് എല്ലാം കൂടെ അടച്ചു വെച്ച് അത് സാധാരണ എല്ലാ ദിവസവും രാവിലെ എടുത്ത് ക്ലീൻ ചെയ്യണമെങ്കിൽ അത്ര അങ്ങോട്ട് ഇത് വരില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്തു, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ശനി ഞായർ തിങ്കളാഴ്ച രാവിലെ ലഞ്ച് ബോക്സ് എടുക്കണമെങ്കിൽ ആ ബോക്സിന്റെ അവസ്ഥ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? അത്ര ബാഡാണ്. ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കാൻ നല്ല കാര്യമാട്ടോ. അത്ര ബാഡ് ആയിരിക്കും. അത് ഫുൾ ഫംഗസ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും. നമ്മൾ സാധാരണ സോപ്പൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ ഫംഗസ് ഒക്കെ പോയി. ഈ ഫംഗസ് എന്ന് പറയുന്നത് സൂക്ഷ്മജീവികളാണ്, നമ്മളുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ജീവികളാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുമ്പോ ഈ നല്ല രീതിയിൽ സോപ്പൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് ചൂടുവെള്ളത്തിലിട്ട് ഇതെല്ലാനും ഡിസ്ഇൻഫെക്റ്റഡ് ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അത്രയും എഫേർട്ട് എടുക്കണം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം. ബാഡ് ടച്ചും ഗുഡ് ടച്ചും പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. സ്കൂളിനെ തന്നെ ബാഡ് ടച്ചും ഗുഡ് ടച്ചും പഠിപ്പിക്കാൻ നല്ലതായിരിക്കും. കാരണം ഇപ്പൊ ആൺകുട്ടികൾ പെൺകുട്ടികളൊന്നുമില്ല. നമ്മള് വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ന്യൂസുകൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബാഡ് ടച്ച് എന്താണ് ഗുഡ് ടച്ച് എന്താണെന്നുള്ള കാര്യം കുട്ടികൾ അവെയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ആ കുട്ടികൾ ഇരിക്കുന്ന ഫ്ലോർ ചെയ്യുന്ന ഫ്ലോർ ഓൺ ക്ലാസ്, അത് നല്ല കാര്യമാണ്. ഫ്ലോറ് അതേപോലെ ചപ്പു ചവറുകളൊന്നും ഇടാതിരിക്കാനായിട്ട് ശീലിപ്പിക്കുക. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എല്ലാ സാധനവും ബാഗിൽ വെക്കാൻ ശീലിപ്പിക്കുക നല്ലതാണ്. ഡോണ്ട് എക്സ്ചേഞ്ച് പേഴ്സണൽ തിങ്സ്, കർച്ചീഫ് മാസ്ക് ഒന്നും എക്സ്ചേഞ്ച് ചെയ്യാൻ പാടില്ല. ബാസ്കറ്റ്സ് വേസ്റ്റ് ബാസ്കറ്റ് ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യണം നല്ലതായിരിക്കും. ക്ലീൻ ആക്കുക ക്ലാസ് റൂം. അത് ഒരു കുട്ടിയുടെ ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ ലീഡറിന്റെ ഉത്തരവാദിത്തമല്ല, ഹോൾ ക്ലാസിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധം അവർക്ക് എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യണം നല്ലതായിരിക്കും. കവർ ദ ലഞ്ച് ബോക്സ് വിത്ത് ടവൽ, അതൊക്കെ നോർമൽ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സ്കൂളുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും മതിയാവും. വേറെ എന്തെങ്കിലും ഉണ്ടോ അഭിപ്രായങ്ങള്? സൈഡ് എഫക്ട്സ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, ശരിയാണ്. എന്റെ അഭിപ്രായത്തില് കുട്ടികളെ ക്യാൻസർ വരുന്നത് അല്ലെങ്കിൽ ഡ്രഗ്സും ആൽക്കഹോളിന്റെ ഒക്കെ യൂസേജ് എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ല ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടല്ലോ, ക്യാൻസർ ഒക്കെ വന്നിട്ടുള്ള പേഷ്യൻസ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സ്ഥലങ്ങള്, അപ്പൊ ആ ഒരു പ്ലേസിലേക്ക് കുട്ടികളെ കൊണ്ടുപോയിട്ട് അവരോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവർക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കിട്ടാൻ നല്ലതാണ്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിന്റെ അകത്ത് ഹെൽത്ത് ഒരു പരിധി വരെ ഹോട്ട് വാട്ടർ സ്കൂളുകളിൽ തന്നെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ കുടിക്കാനുള്ള ശുദ്ധജലം പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അഡൽട്ട് മീൻസ് മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. റെസ്പെക്ട് ചെയ്യണം. പാലിറ്റേറ്റീവ് കെയർ വിസിറ്റ് ചെയ്യണമെന്നതായിരിക്കും. RCC പാലിറ്റേറ്റീവ് കെയർ ഒക്കെ വിസിറ്റ് ചെയ്യാനുള്ളതായിരിക്കും. എന്തുകൊണ്ട് അവർക്ക് അസുഖം വന്നു, അവരിങ്ങനെ വന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുത്ത ഹെൽത്തി ഫുഡ്സുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോഡ് സേഫ്റ്റി റൂൾസ്, ഏത് സൈഡ് ചേർന്ന് നടക്കണം. നമ്മൾ സീബ്ര ക്രോസിംഗിൽ കൂടെ മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ലെഫ്റ്റും റൈറ്റും വെഹിക്കിൾസ് വന്നിട്ടുണ്ടോ നല്ല രീതിയിൽ നോക്കിയിട്ട് ലെഫ്റ്റൊക്കെ റൈറ്റൊക്കെ തന്നെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ക്രോസ് ചെയ്യാനായിട്ട്. അസുഖമുള്ള സ്റ്റുഡൻസ് സ്കൂളിൽ വിടാതിരിക്കാം. സ്കൂളിലേക്ക് ഇപ്പൊ ഒരു കുട്ടീനെ സ്കൂളിലേക്ക് വിട്ടുമ്പോ അസുഖമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിപ്പോ എന്താണ്, കുട്ടിക്ക് ക്ലാസ്സിൽ വന്നിട്ട് പനിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ കുട്ടീനെ എന്ത് ചെയ്യുക, മറ്റുള്ള കുട്ടികളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക, മാറ്റി നിർത്താന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഡെന്റൽ ചെക്കപ്പ് നടത്താൻ നല്ലതാണ്. ഞാൻ പഠിച്ചൊരു ഞാൻ പഠിച്ചൊരു ചെറുപ്പത്തിൽ കേട്ടോ, ഇന്നത്തെ പോലെ ഒന്നല്ല അന്ന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഞാൻ പഠിച്ച സ്കൂളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡെന്റൽ ചെക്കപ്പ് ഒക്കെ നടത്തും. പല്ലിന്റെ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടറും നേഴ്സ് ഒക്കെ വരും. എന്നിട്ട് അവർ ഞങ്ങൾക്കില്ലേ ഒക്ടോബർ മന്തിലാണ് അത് വരുന്നത്. ഒക്ടോബറിൽ ഏതൊരു ഡേ ഉണ്ട്,
ആ ഒരു ദിവസം അവർ വന്നിട്ട് ക്യാമ്പ് പോലെ ഞങ്ങളുടെ സ്കൂളിൽ അത് വന്നിട്ട് അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു പേസ്റ്റും ബ്രഷും തരും. ചില അതൊരു ഇതുപോലെ എന്താ പറയാ ഒരു ഗിഫ്റ്റ് പോലെ ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പല്ലൊക്കെ ചെക്ക് ചെയ്തിട്ട് വല്ല കുഴപ്പമൊന്നുമില്ല ഇത് വാങ്ങിച്ചോ. എല്ലാ വർഷവും അങ്ങനെ സ്ഥിരമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ ഫോളോ ചെയ്ത് 4 വർഷം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിലൊരു ഓർമ്മ പറഞ്ഞാണ് സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കാതിരിക്കാം. ഈ സ്ട്രേഞ്ചേഴ്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കോഡ് നമ്മൾക്ക് കുട്ടികളോട് പറയാം. സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാള് മോനെ വിളിക്കാനായിട്ട് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയോ പറയാഞ്ഞിട്ടാണ് വന്നേന്ന് പറഞ്ഞാല് ഞങ്ങളൊരു കോഡ് പറയും. ആ കോഡ് പറയാത്ത ഒരാളുടെ അടുത്തേക്ക് പോവരുത് എന്നുള്ള കാര്യത്തിൽ അങ്ങനെ പറഞ്ഞ് ഉറപ്പ് വരുത്തണം. ഞാൻ പഠിച്ച സ്കൂളിൽ ഐച്ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ഹെൽപ്പിംഗ് മെന്റാലിറ്റി, കുട്ടികളെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി പഠിപ്പിക്കാൻ നല്ലതായിരിക്കും. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ അവർക്ക് എന്ത് ഹെൽപ്പ് ചെയ്യണം അങ്ങനത്തെ മെന്റാലിറ്റി ഒന്നും ഇന്നിപ്പം കുട്ടികൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഓൾഡേജ് ആയിട്ടുള്ള ആൾക്കാരെ കൗൺസിലിംഗ് നടത്തുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കൂളുകളുടെ അകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഷെയറിംഗ് ഹാബിറ്റ്സ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഇതെല്ലാം നമുക്ക് കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ചെറിയൊരു പ്രായത്തിൽ മുതൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹെൽത്ത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ അപ്പോ ഇനി ഇന്നലെ അവതരിപ്പിക്കാത്ത എത്ര പേരുണ്ടെന്ന് മെസ്സേജ് അയക്കാവോ? വേഗം മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് പ്രസന്റ് ചെയ്യാനുള്ള ടൈം തരാം. ഓക്കെ, സ്നേഹ സ്റ്റാർട്ട് ചെയ്തോട്ടാടാ. ഇത് കൈകാര്യം, എനിക്ക് ഈ ഫോൺ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ വരച്ചിട്ടുണ്ട്. ഞാൻ എന്നാ ചെയ്യുന്നേ? അത് പ്രസന്റ് ചെയ്യാനായിട്ട് ഇന്നലെ പ്രസന്റ് ചെയ്തില്ലേ, അതേപോലെ ചെയ്യാൻ പറ്റുമോ നോക്ക് കുട്ടികള്. ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, മോൻ പേരയച്ചാ? അതെനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാ. ഫോണിൽ ഇത് ചെയ്യുമ്പോൾ ഇതെല്ലാം കട്ടായി പോകും. ഇന്നലെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പൊ ഇന്നലെ മോനൊന്ന് ക്യാമറ ഓൺ ചെയ്ത് എനിക്ക് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി. അത് മൊത്തത്തിൽ എനിക്ക് ഓഫ് ചെയ്യാൻ. ക്യാമറ ഓൺ ചെയ്തേ മോൻ. ഓക്കെ, ഇനി മോൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഇമേജ് അല്ലെങ്കിൽ ചാർട്ട് എടുത്ത് എടുത്തു. ഇനിയോ? ഇനി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നിങ്ങക്ക്? മോളിലത്തെ ഇമേജില് സ്പീക്കർ, മേളിലൊരു സ്പീക്കറിന്റെ ഒരു ഇത് സിമ്പിൾ കണ്ടോ? സ്പീക്കറിന്റെ അതുമ്മ നെക്കുക. അപ്പൊ അതിന്റെ തൊട്ടിപ്പുറത്ത് റൗണ്ട് വരും. അയ്യോ, ഡിസ്കണക്ട് ആയിപ്പോയിരുന്നു. അതിന്റെ മുകളിലെ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഒരു ആരോ മാർക്ക് ഉണ്ട്. അതിനകത്ത് അത് തന്നെ അതുമ്മ ഞെക്കിയാൽ മതി. ഫ്രണ്ട് ക്യാമറ വരും, ബാക്ക് ക്യാമറ വരും. വന്നു. താങ്ക് യു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. സ്റ്റാർട്ട് ചെയ്തോടാ. ഭയങ്കര സന്തോഷം. ഹൈജീനിക് ഹാബിറ്റ് കാണാമോ? കാണാം. Wash your hands, then drink pure water, eat healthy food, exercise daily, cut your nails, bath and brush daily, give a rest to your body. ഹലോ, താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പറഞ്ഞു തന്ന ഇതെങ്ങനെ ക്യാമറ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്ന ആൾക്കാർക്ക് എല്ലാവർക്കും താങ്ക്സ്. നെക്സ്റ്റ് ആരാണ്? ഞാൻ ചെയ്തോട്ടെ. ഞാൻ വിളിച്ചത് മോനെ നോക്കട്ടെ. സ്നേഹ പറഞ്ഞോട്ടെ, പ്രസന്റ് ചെയ്തോട്ടാ. നമ്മള് മാക്സിമം ടൈം കുറച്ച് പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഒരുപാട് പേരുണ്ട്. വേഗം ഒന്ന് കാണാട്ടെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ.
അപ്പൊ ഞാൻ ഫസ്റ്റ് പേര് കൊടുത്തിരിക്കുന്നത് ദ ആർട്ട് ഓഫ് സെൽഫ് പ്യൂരിറ്റി എന്നാണ്. നമ്മുടെ സ്വയം ശുദ്ധിയുടെ ഒരു കലാന്ന്. പിന്നെ ഗുഡ് ഹൈജീൻ ഹാബിറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏർലി ടു ബെഡ്, അതിൽ ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ്, മേക്ക് എ മാൻ ഹെൽത്തി ആൻഡ് വെൽത്തി വൈസ്. അതായത് നമ്മൾ നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി വെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. പിന്നെ സെക്കൻഡ് ഞാൻ കൊടുത്തിരിക്കുന്നത് ബ്രഷ് യുവർ ടീത്ത് എന്നാണ്. ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് ഡേ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ബിഫോർ യു ഗോ ടു ബെഡ്. നമ്മൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷവും രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ പല്ല് തേക്കണം. പിന്നെ ബാത്ത് കൊടുത്തിട്ടുണ്ട്. ബാത്ത്, ടേക്ക് എ ബാത്ത് ഓർ ഷവർ ട്വൈസ് ഡേ, വാഷ് യുവർ ഹെയർ വിത്ത് ഷാമ്പു. അതായത് നമ്മൾ രാവിലെ 2 നേരം കുളിക്കുക, ഒപ്പം നമ്മുടെ ഹെയർ നന്നായി ഷാമ്പു ഉപയോഗിച്ച് കഴുകുക. പിന്നെ കട്ട് യുവർ നെയിൽസ്, ഡിലിജന്റ്ലി ക്ലീൻ ആൻഡ് ഡ്രിം യുവർ നെയിൽസ്. ശ്രദ്ധാപൂർവം നമ്മുടെ നെയിൽസ് ഒക്കെ ക്ലീൻ ചെയ്യുകയും ഡ്രിം ചെയ്യുകയും ചെയ്യുക. പിന്നെ ഹെയർ ആണ് കൊടുത്തിരിക്കുന്നത്. അത് കോംബ് യുവർ ഹെയർ ട്വൈസ് ഡേ ടു കീപ് ദ ടാങ്കിൾസ് ഔട്ട്. പിന്നെ നെവർ ഷെയർ യുവർ കോംബ് എന്നാണ് കൊടുത്തത്. അത് നമ്മുടെ ഹെയർ ദിവസം 2 തവണയും നമ്മൾ കെട്ടിറക്കുകയും പിന്നെ നല്ല നീറ്റായിട്ട് വെക്കുകയും ചെയ്യുക. പിന്നെ നമ്മുടെ കോംബ് ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫുഡ്, ജങ്ക് ഫുഡ്സ്, പാക്കറ്റ് ഫുഡ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഹോട്ടൽ ഫുഡ്സ്, കാൻഡീസ്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക എന്ന് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ്, വെയർ ക്ലീൻ ആൻഡ് നീറ്റ് ക്ലോത്ത്സ് എവറി ഡേ. നീറ്റ് ആയതും പിന്നെ അത്തരത്തിലുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യുക. പിന്നെ എക്സസൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സസൈസ് ഇൻ മോഡറേഷൻ, അതായത് മിതമായ രീതിയിലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്ത് ശീലിക്കുക. ഫുഡിനെ ഞാൻ 4 കോളാക്കിയിട്ടുണ്ട്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ നമ്മൾ മിൽക്ക്, ഫിഷ്, എഗ്, അതൊക്കെ ഒരു വേറെ കോളം. പിന്നെ മില്ലറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, മിൽക്ക്, ഡ്രിങ്ക് മോർ വാട്ടേഴ്സ്, മില്ലറ്റ്സ്, പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് ആർ ഇൻക്ലൂഡ് യുവർ മീൽസ് എവറി ഡേ. പിന്നെ വാഷ് യുവർ ഹാൻഡ്സ്. അപ്പം നമ്മൾ എപ്പോഴൊക്കെയാണ് കൈ കഴുകേണ്ടതെന്നുള്ളത് ഒരു 5 സെക്ഷനായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. യു കഫ് നീസ് ഓർ ബ്ലോ യുവർ നോസ്. നമ്മളെ മൂക്ക് തുടയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വാഷ് സോപ്പ് ഉപയോഗിച്ച് കഴുകണം, അല്ല ഹാൻഡ് സോപ്പ് ഉപയോഗിച്ച് കഴുകണം. പിന്നെ ആഫ്റ്റർ യൂസിങ് ദി ടോയ്ലറ്റ്, ആഫ്റ്റർ പ്ലേയിങ് ഔട്ട്ഡോർ, ആഫ്റ്റർ പ്ലേയിങ് വിത്ത് ആനിമൽസ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്സ്. പിന്നെ വേസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പുട്ട് ഇൻ ദ വേസ്റ്റ് ഇൻ ദി വേസ്റ്റ് ബിൻ. എപ്പോഴും നമ്മൾ വേസ്റ്റ് ബിന്നിലാണ് നമ്മുടെ വേസ്റ്റ് ഒക്കെ ഇട്ട് വെക്കേണ്ടത്. പിന്നെ 12ാമത്തെ കൊടുത്തിരിക്കുന്നത് സ്റ്റഡി ആണ്. ഫിനിഷ് യുവർ ഹോംവർക്ക്സ് ആൻഡ് സ്റ്റഡി ഇൻ ഓൺ ടൈം. കൃത്യസമയത്ത് ഹോംവർക്ക് ഫിനിഷ് ചെയ്യുകയും കൃത്യസമയത്ത് പഠിക്കുകയും ചെയ്യുക. പിന്നെ സ്ലീപ്പ് ഓൺ ടൈം. വി ഷുഡ് സ്ലീപ്പ് അറ്റ്ലീസ്റ്റ് 8 hours എ ഡേ. നമ്മൾ ദിവസവും നന്നായി ഉറങ്ങണം. അത് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. ഇതാണ് മാം. താങ്ക് യു. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ഓക്കേടാ. ജയശ്രീ. ജയശ്രീ ആരാ? ജയശ്രീ. ഹലോ മാം, കേൾക്കുന്നില്ലേ? ആ കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. കാണാനുണ്ടോ? വീഡിയോ കാണാനുണ്ടോ? ആ കാണുന്നുണ്ട്. പ്രസന്റ് ചെയ്തോട്ടോ. ഫസ്റ്റ്, wake up early in the morning, then get regular exercise, പിന്നെ brush teeth twice a day, after breakfast and before you go to bed, bath daily, take bath or shower twice a day, take bath with pure and clean water, then keep fingernails and toenails clean and trim them once a week. Wash your hands and rinse mouth with water before and after eating. Take meals in time. Eat more vegetables and fruits. Eat healthy food and avoid junk food and processed food. Then trim your hair regularly. Cut your hair and comb your hair to keep tangles out. Never share your comb. Then clothes. Wear fresh and dry clothes every day. Then prayer helps us receive and give forgiveness. Prayer helps to get a positive energy. Then games are essential for healthy development in early childhood and beyond. Then put waste in the dustbin.
Then keep our surroundings clean. This hygiene will keep you are healthy and physically and mentally. Drink plenty of pure and clean water. Then keep everything neat and clean. Especially keep your room clean. ഓക്കെ എടാ നന്നായിട്ടുണ്ട് കേട്ടോ. Okay, thank you. അർച്ചന അർച്ചന മാം കേൾക്കാമോ? ഒരു മിനിറ്റ് കേട്ടോ. പ്രസന്റ് ചെയ്തോട്ടെ കുറച്ച്. പ്രസന്റ് ചെയ്തോ. ഓക്കെ മാം, ഇതാണ് എന്റെ ചാർട്ട്. ഓക്കെ അതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ഹൈജീൻ ഹാബിറ്റ്സ് എന്നാണ്. നമ്മളുടെ കുട്ടികൾ വളർന്നു വരുമ്പോഴേ അവർ ശീലിക്കേണ്ട കുറച്ച് ഹാബിറ്റ്സ് ആണ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ്. ഇത് ഞാൻ പറയാം. ഗെറ്റിംഗ് അപ്പ് ഏർലി എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുക. ബ്രഷിംഗ് ടീത്ത് എവറി മോർണിംഗ് ആൻഡ് നൈറ്റ്. രാവിലെയും രാത്രിയിലും കൃത്യമായിട്ട് ബ്രഷ് ചെയ്യുക. ഗോയിങ് ഫോർ എ മോർണിംഗ് വാക്ക്. രാവിലെ നടക്കാൻ ശീലിക്കുക. ടേക്കിംഗ് എ ബാത്ത് എവറി ഡേ യൂസിങ് സോപ്പ് ആൻഡ് ക്ലീൻ വാട്ടർ. നമ്മൾ കുളിക്കുമ്പോൾ സോപ്പും വൃത്തിയുള്ള വെള്ളവും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുളിക്കുക. അതുപോലെ തന്നെ വൈപ്പിംഗ് ദ ബോഡി വിത്ത് എ ക്ലീൻ ടവൽ. ഒരു ക്ലീൻ ടവൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് തുടയ്ക്കുക. വെയറിങ് ക്ലീൻ ക്ലോത്ത്സ്, സോക്സ് ആൻഡ് ഷൂസ്. നമ്മൾ ഉപയോഗിക്കുന്ന ആക്സസറീസ് ഒക്കെ, ക്ലോത്ത്സ് ആണെങ്കിലും സോക്സ് ആണെങ്കിലും ഷൂസ് ഒക്കെ ആണെങ്കിലും ക്ലീൻ ആയിട്ട് വെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ കട്ടിങ് നെയിൽസ് റെഗുലർലി. നമ്മുടെ നെയിൽസ് ഒക്കെ റെഗുലർ ആയിട്ട് കട്ട് ചെയ്യുക. സ്നീസിങ്. തുമ്മുമ്പോഴും ഒക്കെ ഒരു ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് അല്ലെങ്കിൽ ഹാൻഡ് കർച്ചീഫോ ഉപയോഗിച്ചിട്ട് അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ യൂസിങ് ദി ടോയ്ലറ്റ് എവറി ഡേ. എല്ലാ ദിവസവും കുട്ടികൾ ടോയ്ലറ്റിൽ പോകാൻ ശ്രദ്ധിക്കുക. കീപ്പിംഗ് ദ ബാക്ക് സ്ട്രെയിറ്റ് വൈൽ സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്. നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനും നിൽക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. പ്ലേയിങ് ഗെയിംസ്. റേഞ്ച് ഇല്ല മാം. റേഞ്ചിന്റെ എന്തെങ്കിലും തോന്നാനുണ്ടാ അർച്ചന? ഇപ്പൊ കേൾക്കാമോ? കുഴപ്പമില്ല. മോനൊന്ന് വൈൻഡപ്പ് ചെയ്തോ, കാണിച്ചു എല്ലാ ഇമേജ് ഒന്ന് കാണിച്ചിട്ടാ. ഓക്കെ. ഈറ്റിംഗ് ഹെൽത്തി ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് പ്ലെന്റി ഓഫ് വാട്ടർ. നമ്മൾ കഴിക്കുന്ന ഫുഡും വെള്ളവും ഒക്കെ നല്ല ഒരുപാട് വെള്ളവും വൃത്തിയുള്ള ഫുഡും ഒക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഉപയോഗിക്കുന്ന റൂംസ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുക. അവോയ്ഡിങ് ഫുഡ് ഫ്രം ഔട്ട്സൈഡ് വിച്ച് ഈസ് ഡേർട്ടി. പുറത്തുനിന്നുള്ള അഴുക്ക് നിറഞ്ഞ ഫുഡ്സ് ഒന്നും നമ്മൾ കഴിക്കാതിരിക്കുക. പിന്നെ കുറച്ച് ഹെൽത്തി ഫുഡ്സും അൺഹെൽത്തി ഫുഡ്സും ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റൈസ് ആൻഡ് കറി, ചപ്പാത്തി, പിന്നെ ഉഴുന്ന് നിറഞ്ഞിട്ടുള്ള ഫുഡുകൾ, ഉഴുന്ന് ഉപയോഗിച്ച് ചെയ്യുന്ന ഗ്രെയിൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഫുഡ്സ്, പിന്നെ അൺഹെൽത്തി ഫുഡ്സ്, സ്വീറ്റ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ പാക്കറ്റ് ഫുഡ്സ്, കേക്ക്, ജാം, ഐസ്ക്രീം, അതുപോലെയുള്ള ജങ്ക് ഫുഡ്സ്, ഫ്രൈഡ് ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ കുട്ടികളെ കളിക്കാനായിട്ട്, അതായത് ഫ്രഷ് എയറും സൺലൈറ്റും ഒക്കെ ഏറ്റ് അവർ കളിക്കാനായിട്ട് അവരെ നമ്മൾ കൂടുതൽ ഗൈഡ് ചെയ്യുക. കളിക്കുമ്പോൾ അവർക്ക് കുറച്ച് എക്സസൈസും ആവും, നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ അവർക്ക് വളരാനും സാധിക്കും. അപ്പൊ ഇത്രയും ചെയ്യുന്ന ഒരു കുട്ടി വളർന്നു വരുന്ന ഒരു ലോകം ഒരു ഹൈജീനിക് വേൾഡ് ആയിരിക്കും എന്നാണ് ഞാൻ എന്റെ ഒരു തീമില് ഈ ചാർട്ടിൽ ചെയ്തിരിക്കുന്നത്. താങ്ക് യു മാം. ഞാൻ പറയട്ടെ. എടാ ഓർഡറിലാ വിളിക്കണേ. ഇനി റീജാ. Good afternoon, ma'am.
ആടാ ഒന്ന് വേഗം സ്പീഡിൽ പറഞ്ഞു പോക്കോ, കാരണം ടൈം നമുക്ക് അധികം ഇല്ല കേട്ടാ. Okay, ma'am. Hygiene habits. Personal hygiene is very important for everyone. First one, get up early, brush your teeth twice a day, have a bath daily, exercise regularly, eat your meals regularly, drink clean water, wear clean clothes, wash your hands before and after meals, wash your plate after eating, cutting nails shorter, pray to God, go to bed early, keep your room clean. Good habits. Wake up early, brush your teeth, take a bath, wear clean clothes, comb your hair, cutting nails short, eat healthy food, study daily, save money, ways to help your body clean. ഇത്രേ ഉള്ളൂ മാം. ഓക്കെ നല്ലതാണ് കേട്ടോ. താങ്ക് യു മാം. നെക്സ്റ്റ് ആരാണ്? മസ്റുഫ മുഹമ്മദോ? ഓക്കെ മാം. ഓക്കേടാ, പേരങ്ങനെ തന്നെയാണോ? ശരി. ഓക്കേടാ, വേഗം കേട്ടോ, വേഗം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാം. ഓക്കെ മാം. വേഗം പറഞ്ഞു പോവാ, ഒരുപാട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഇമേജ് കാണിച്ചു പോവാ, കാരണം അത്രയും പിള്ളേർക്ക് കാണിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ. Okay, good hygiene habits. Get up early and greet everyone good morning with a happy face. Brush your teeth twice a day, always clean your mouth and teeth. Take a bath daily. A habit of taking bath both morning and night is good, always be fresh. Wear clean clothes, always wear neat and good clothes. Get ready for school and go through your books, comb your hair. Go to school regularly. Regularly going to school is very good habit. Taking unnecessary leave is bad. Love is sharing. Share the things, food and information with friends and siblings. Drink clean water. Drinking water is the most essential thing. We should drink clean water. It helps to cure most of the diseases. Eat fresh food. Avoid junk foods and eat homely food. Include fruits, nuts, leafy vegetables, fruits, nuts, etc. in your diet. Avoid excessive use of maida, soft drinks, oils, etc. Wash your hands. Wash your hands before and after food. Sanitize your hands after visiting patients, etc. Trim your nails. Trimming nails will keep hands and legs clean and it will avoid diseases. Obey your elders and give respect to them. Always help others. Take care of young ones and always love everyone. Pray to God will keep mind relaxed and always go to bed early. Thank you, ma'am. ഓക്കേടാ, നന്നായിരുന്നു കേട്ടോ. അതു മാധേവി കേട്ടോ. മാധേവി ഓക്കെ മാം. വേഗം പ്രസന്റ് ചെയ്യണം കേട്ടാ, ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പ്രസന്റ് ചെയ്യാൻ കേട്ടോ. കാണുന്നില്ലേ മാം? കാണാം. ഓക്കെ, വരച്ചിട്ടുണ്ടല്ലേ? We should get up early in the morning. We should brush our teeth twice in a day. We should take bath daily and wear clean clothes. We should wash our hands before meals and after using the toilet. We should comb our hair daily. We should trim our nails once in a week. We should always flush the toilet after use. We should exercise. കാണുന്നുണ്ടോ മാം? കാണാം, നല്ലതാടാ. Exercise daily for good health. We should eat nutritious food and avoid junk food. Daily read. ഓക്കേടാ. We should keep our surroundings neat and clean. Thank you, ma'am. ഓക്കേടാ, നല്ലതാണ്ടോ. നെക്സ്റ്റ് ആരാണ്? കമറുനിസ. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടോ. വേഗം പറഞ്ഞു പോകട്ടാടാ, അധികം ടൈം ഇല്ല. സോ വേഗം പറഞ്ഞു പോണേ.
Okay. Hygiene ഓക്കെ, habit. നല്ല ഹെൽത്തി ഹാബിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യണ്ട, ഇമേജ് ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ. ഞങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റുന്നത്. വരച്ചാണോ? അതെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാ ഇമേജ് ഒന്ന് കാണിച്ചേ. ഓക്കെ ഓക്കെ. ബാത്തിങ്, നെക്സ്റ്റ് നെയിൽ കട്ട് ചെയ്യണു, തനി വാഷ് ചെയ്യണു. Always comb your hair. Always എക്സ്പ്ലെയിൻ ചെയ്തതിൽ കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. Okay, thank you. ഓക്കെ, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല രീതിയിൽ എനിക്ക് ആ ഇമേജിൽ നിന്ന് തന്നെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടാടാ, എനിക്ക് ഇഷ്ടമായി. ഒന്നും തോന്നരുത് കേട്ടാടാ, കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്. ജോളി വർഗീസ്, ജോളി വർഗീസ്, ജോളി വർഗീസ്. ഓക്കെ, മേരി സെബാസ്റ്റ്യൻ, മേരി സെബാസ്റ്റ്യൻ, മേരി സെബാസ്റ്റ്യൻ. ഓക്കെ, സുമയ. Yes, ma'am. സുമയ എവിടെ? ഓക്കെ, പ്രസന്റ് ചെയ്തോ, വേഗം പ്രസന്റ് ചെയ്തോ, ടൈം ഇല്ല. ഒന്ന് ഇമേജസ് ആണെങ്കിൽ കാണിച്ചെന്ന് പോയാൽ മതി കേട്ടോ. ഓക്കെ, Eat fruits and vegetables. ഓക്കെ Take a bath daily. ഓക്കെ ഓക്കെ Waste in dustbin. Thank you, ഓക്കെ. ma'am. നല്ല വരച്ചെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, മേരി സെബാസ്റ്റ്യൻ. മേരി ചെയ്തോട്ടാ, വേഗം കേട്ടോ. ഓക്കെ, ഹാബിറ്റ്സ് ഒന്ന് കാണിച്ചെന്നാലും മതി കേട്ടാ, നമ്മളിപ്പോ കൊറേ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. കാണാം കേട്ടോ. മേരി ഓക്കെ ആണോ? നല്ലതാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്തതിനും കുഴപ്പമില്ല കേട്ടാ. ടൈം ഇല്ലാത്തോണ്ടാണ്. ജോളി ഇമേജ് കാണിച്ചോടാ, എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കുന്നില്ല കേട്ടാ. ഓക്കെ ഓക്കെ, അത് ബേസ് ചെയ്തു ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു. ഓക്കേടാ, നല്ലതാണ് കേട്ടാ. കണ്ടോ? കണ്ടു കേട്ടാ, നല്ലതാണ്. ഓക്കെ ഓക്കെ. ധന്യ. ഓക്കെ, ഒരു മിനിറ്റടാ. Early birds catches flies. Wake up early. ഇമേജ് കാണിച്ചാ മതിയടാ. Okay, okay, okay. Okay, ma'am. ഞങ്ങൾ വായിച്ചോളാം കേട്ടാ. Okay. ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, ഒന്നും തോന്നരുത് കേട്ടാടാ. കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് ചെയ്തത് എനിക്കറിയാം. ഇത്രയും പേര് നമ്മൾ നോക്കണമല്ലോ, അതുകൊണ്ടാണ്. ധന്യ, നല്ലതാണ് കേട്ടോ. കാവ്യ, കാവ്യ, കാവ്യ കൃഷ്ണ. ഓക്കെ, ആരതി രതീഷ്, ആരതി രതീഷ്, ആരതി രതീഷ്. ഓക്കെ, ആളില്ല. രമ്യ മനോജ്, രമ്യ. ഓക്കെ, വിളിച്ചപ്പോ എവിടെയായിരുന്നു? വേഗം ആരതി ഒന്നും കാണിച്ചാട്ട് ഇമേജ്. രമ്യ 1 മിനിറ്റ് ഇട്ടാടാ. ആരതി കാണിച്ചോ? ആരതി പ്രസന്റ് ചെയ്തോ? വരയ്ക്കണ ചെയ്ത് വരയ്ക്കുകയും ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, എടാ നല്ലതാണ് കേട്ടാ. ഫുള്ളായിട്ട് ഓക്കെ, കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നല്ലതാണ്. നെക്സ്റ്റ് രമ്യ കാണിച്ചോ കേട്ടാ. രമ്യ വേഗം പ്രസന്റ് ചെയ്തോ കേട്ടാ. ഓക്കെ, വരയ്ക്കാണോ ചെയ്ത്? രമ്യ വരയ്ക്കാനാണോ ചെയ്ത്? ഫുള്ളായിട്ട് ഓക്കെ. പേഴ്സണൽ ഹൈജീൻ കാണാൻ പറ്റുന്നുണ്ടോ? വരച്ചാണ് അല്ലെ? നല്ലതാണ് കേട്ടോ. രമ്യ ഷാംല, ഷംല, ഷംല ആളുടെ. സജിത, സജിത. ഷംല വന്നിട്ടുണ്ട്. 1 മിനിറ്റ്. ഷംല ഒന്ന് പ്രസന്റ് ചെയ്തു വേഗം. ഞാൻ മലയാളത്തിലെ മാം എഴുതിയേക്കണം, കുഴപ്പമുണ്ടോ? അതും കൂടി ചോദിക്കാൻ വേണ്ടി. ഞാനൊന്നുമില്ല,
early to rise, regular brushing, daily bath, regular nail cutting, regular exercise, timely diet, pray to God, regular reading, studying, playing, early to bed. അത്രേ ഉള്ളൂ. ഓക്കേടാ, നല്ലതാണ് കേടാ. അടുത്തത് ഷമീന. ഷമീന സജിത കാണിച്ചിട്ടില്ലായിരുന്നു. സജിത കാണിച്ചില്ല അല്ലെ? ഓക്കേടാ, സജിത പ്രസന്റ് ചെയ്തോട്ടാ. ഓക്കെ, നല്ലതാടാ. ഒന്നുകൂടെ കുറച്ച് സൂം ആക്കി വെക്കോ ഇമേജ്. ഓക്കേടാ, നല്ലതാണ് കേട്ടോ. ഓക്കെ മാം. നെക്സ്റ്റ് ഷമീന. ആതിര മനോജ്. ആതിര മനോജ് ഉണ്ട് മാം. പ്രസന്റ് ചെയ്തോട്ടാ ആതിര. കാണാമോ? കാണാടാ. ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തന്നാ മതിയടാ. ഓക്കേടാ, ഓക്കെ. നല്ലതാണ് ട്ടാ ആതിര. താങ്ക് യു മാം. ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ട്ടാടാ എല്ലാവരെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്. വിഷമുണ്ട്. ആതിര മനോജ് കഴിഞ്ഞാൽ സുമലത. സുമലത കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഒരു മിനിറ്റ്, നല്ല രീതിയിലൊന്ന് ഫുള്ളായിട്ട് കാണിച്ചേ. ഓക്കെ, നല്ലതാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു, നിങ്ങളെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കണമായിരുന്നു. ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അസ്ലീന. ഓക്കേടാ, കാണാടാ. ഓക്കെ, നല്ലതാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താലോ? എല്ലാവരും കൂടി എല്ലാവരുടെയും ഈ ഗുഡ് ഹാബിറ്റ്സിന്റെ പോസ്റ്റർ കാണിക്കാം. ബാക്ക് ക്യാമറ വെച്ചിട്ട് എല്ലാവരുടെയും ഗുഡ് ഹാബിറ്റിന്റെ പോസ്റ്റർ എന്ത് ചെയ്യാം, എല്ലാവരുമായി ഇമേജ് കാണിച്ചിട്ട് ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അത് സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടാ. ഞാൻ പറഞ്ഞ മനസ്സിലായാ? ആരെങ്കിലും ഒരാളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കണേ. എല്ലാവരും പോസ്റ്റർ ഒന്ന് പ്രസന്റ് ചെയ്തേ. എല്ലാവരും കേട്ടാ. ബിസി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഷൈലുള്ളവർ എല്ലാവരും ആ ഇമേജസ് ഒന്ന് കാണിക്കാം, എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടാ. സ്ക്രീൻഷോട്ട് എടുക്കണോന്ന് എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടാ. നല്ല രീതിയിൽ നമ്മുടെ ഇമേജ് കാണുന്ന രീതിയിൽ ഒന്ന് പിടിച്ചാൽ മതി കേട്ടാ. ഓക്കെ, ഓക്കെ, ഓക്കെ. എല്ലാവരെയും കാണുന്നുണ്ട്. എടാ, ഞാൻ ഗ്രൂപ്പിലില്ല കേട്ടാ. ഞാനില്ല. കാണിക്കാൻ പറ്റില്ലേ? ഓക്കെ, എല്ലാവരും ഒന്ന് കാണിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത്. ഓക്കെ, എല്ലാവരും എടുത്തിട്ടാ. എടുത്തിട്ടാ. ഓക്കെ, നല്ലതായിട്ട് എല്ലാവരും നല്ല മനോഹരമായിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തും വരച്ചതും ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും നല്ല ഭംഗിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിൽ മനോഹരമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല, മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.